വി ആർ ഗോയിങ് ടു ഷോപ്പിംഗ്. അമ്മ ഞാൻ മാച്ചാണോ വന്നേ നോക്ക് കണ്ടോ. ഹലോ, അങ്ങനെ ഇന്ന് ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വിഷു ഷോപ്പിംഗ് ആണ് നടത്താൻ പോകുന്നത്. വിഷുവിനുള്ള ഷോപ്പിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പോയാലേ നമുക്ക് തിരക്കൊക്കെ കുറഞ്ഞ് കിട്ടാൻ പറ്റുള്ളൂ. അതേയായിരിക്കുന്ന സാരി ഇല്ല, കള്ളിക്കള്ളി പോലത്തെ സാരി, അത് നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് വേറെ ആ പൈസയ്ക്ക് 2 സാരി വാങ്ങണം എന്നൊക്കെ ഉള്ളതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പോത്തീസിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പോത്തീസിൽ കുറേ കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. പക്ഷെ നമ്മൾ നാട്ടിലത്തെ അത്ര തിരക്കില്ല. അങ്ങനെ ഇത് നമ്മളെ കൺഫ്യൂഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഈ 2 സാരികൾ ഇഷ്ടമായിട്ടോ, റെഡും ഈ നീലയും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ബംഗാൾ കോട്ടൺ അങ്ങനത്തെയൊക്കെയാണ്, അത് സോഫ്റ്റ് കോട്ടൺസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്മാർട്ട് ബസാറിലോട്ട് വന്നു. സാരി എടുത്തിട്ടുണ്ട് കേട്ടോ. സാരി ഏതാണെന്നുള്ളത് നമുക്ക് വിഷുവിനെ കാണാം. അമ്മയ്ക്കാണ് സാരി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഇന്നോവേഴ്സൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്മാർട്ട് ബസാറിൽ വന്നിട്ട് പിന്നെയും കുറച്ചൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കാണ്ടാണ് സ്മാർട്ട് ബസാർ കണ്ടതും കയറിയതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് വിഷുവിനെ പ്രമാണിച്ച് ശ്രീകൃഷ്ണനൊക്കെ കുറേ സാധനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അങ്ങനെ കൊന്നപ്പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ സ്മാർട്ട് ബസാർ. നല്ല രസമുണ്ടായിരുന്നു. സ്മാർട്ട് ബസാർ പഴയ ബിഗ് ബസാറിൻ്റെ അതേ ഇതിലായത് കാരണം നമുക്കൊരു ബിഗ് ബസാറിൻ്റെ ഒരു ഇത് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഓഫറുണ്ട്, 50% ഓഫറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറേ സാധനം വാങ്ങിയത് കാരണം നമുക്ക് പഞ്ചസാര കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇനി ഒന്നും ഉണ്ടാക്കി കഴിക്കണ്ടല്ലോ എന്ന് പ്രമാണിച്ചിട്ട് അന്നപൂർണ്ണ ഈസ്റ്റ് പോർട്ട് പഴവങ്ങാടീൻ്റെ ഓപ്പോസിറ്റുള്ള അന്നപൂർണ്ണയിൽ വെജ് ആണ്, നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അമ്മ ഒരു നെയ് റോസ്റ്റും ഞാനൊരു മസാല ദോശയും പറഞ്ഞു. അമ്മയ്ക്ക് വട വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ വടയും കൂടെ ഇയാൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഇപ്പോൾ കേട്ടോ. അങ്ങനെ ആ അങ്കിൾ എന്നെ നോക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി. ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 9 മണീൻ്റെ ബസ്സുണ്ട്, നീലകേശി ബസ്, അതിലാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. മസാല ദോശയും ഇതിൻ്റെ ഒരു ഇഫക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അത് പൂങ്കുളത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അവിടെ മനുഷ്യരൊന്നുമില്ല. ആ സമയമായപ്പോൾ 9 മണിയായി എത്തിയപ്പോൾ 9:15 അതാണ് കറക്റ്റ് ടൈം. അങ്ങനെ അമ്മേനെ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അമ്മ എല്ലാ സാധനവും എടുത്തിട്ട് ദേഷ്യം പിടിപ്പിച്ച് പോകുമായിരുന്നേ. അങ്ങനെ ഞാൻ 250 രൂപയുടെ ബാഗ് വാങ്ങി കേട്ടോ. 250 രൂപയുടെ 200 രൂപയ്ക്ക് ഞാൻ വില പേശി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ വാങ്ങിയിട്ടുള്ള ഒരു കുർത്തയാണ് ഈ ഇട്ടിട്ടുള്ളത് കേട്ടോ സ്മാർട്ട് ബസാറിൽ നിന്ന്. പിന്നെ വയറ് ചാടിയിട്ടുണ്ടെന്നൊരു ഡൗട്ട്, അതാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിയത്. പിറ്റേ ദിവസം അതായത് സൺഡേ നമ്മൾ ഷോപ്പിങ്ങിനെ വീണ്ടും പോവുകയാണ്. ഇന്നലെ തന്നെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളായണി കായലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ശരിക്കും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബാലരാമപുരത്ത് പോയി നെയ്ത്തറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമുക്ക് അവിടുന്ന് ഈസ്റ്റ് പോർട്ടിലേക്ക് പോയിട്ട്, ഈസ്റ്റ് പോർട്ടല്ല നമ്മുടെ പോത്തീസിലേക്ക് പോയിട്ട് സാധനമൊക്കെ വാങ്ങാമെന്നാണ് കേട്ടോ. അഗസ്ത്യ പൂജ മഹോത്സവം നടക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ബാലരാമപുരത്താണ് നമ്മളുള്ളത്. അവിടെ അപ്പം വിഷു ഒക്കെ ആയിട്ട് അടുപ്പിച്ചിട്ട് അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുക കേട്ടോ. അപ്പം അഗസ്ത്യ ക്ഷേത്രമാണ് അവിടെ ഉള്ളത്. ഇത് തെരുവാണ്, നെയ്ത്തറി തെരുവാണ്. നെയ്ത്തറി എന്നല്ല അല്ലേ പറയുക, കൈത്തറി തെരുവാണ്. സോറി, നെയ്ത്ത് എന്നുദ്ദേശിച്ചതുകൊണ്ടാണ് ഞാൻ കൈത്തറി എന്നുള്ളത് നെയ്ത്തറി ആയി പോയത് കേട്ടോ. ആദ്യം കയറി ഈ കടയിൽ ഈ പൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇല്ലയെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കടയിൽ തന്നെ കേട്ടോ ഈ അങ്കിൾ നല്ല കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി വന്നു. അതിനുശേഷം നമ്മളിതേ കയറിയിട്ടുള്ളൊരു ഷോപ്പ് പറയാനൊന്നുമില്ല. ആ ചേച്ചിമാർ നല്ല കിടിലനായിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം കാണിച്ച് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കംഫർട്ടബിളായിരുന്നു. നമ്മൾ കൈത്തറീൻ്റെ കുറച്ച് സാരികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നുണ്ടായിരുന്നത്. അപ്പോൾ കൈത്തറി സാരികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ കൈത്തറി അതായത് ഹാൻഡ്ലൂമിൻ്റെ പ്യുവർ ഹാൻഡ്ലൂം സാരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും എടുക്കാൻ തോന്നില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാനിതിൽ കൈത്തറി സാരികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സീന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് സാധാരണ സാരികളാണ് കേട്ടോ. അതായത് മിഷ്യൻ ഹാൻഡ്ലൂംസ് ആണ് ഈ സാരികൾ. അപ്പം ഫുൾ കൺഫ്യൂഷനാണ്. കുറേ സാധനം ഒരുമിച്ച് കാണുമ്പോൾ ഞാൻ കുറേ ടൈം എടുക്കും. അതിനുശേഷം ഈ കാണുന്നതാണ് പ്യുവർ കൈത്തറി കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. പക്ഷേ പ്യുവർ കൈത്തറിക്ക് ഒരു 5000 മുകളിലേക്കാണ് കേട്ടോ ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ ബഡ്ജറ്റിൽ അത് ഒതുങ്ങില്ലാത്ത കാരണം ഞാൻ വേറെ സാരികളാണ് വാങ്ങിയുള്ളത്. സാരികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എൻ്റെ വിഷു വ്ളോഗിൽ കാണാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ അത് മുണ്ട് നോക്കുകയാണ്. എനിക്ക് മുണ്ട് 2-3 വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുണ്ടിൻ്റെ ഒരു സെക്ഷനാണ് ആ കടയിൽ തന്നെ ഉള്ളത് കേട്ടോ. അഗസ്ത്യ എന്നാണ് തോന്നുന്നു ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മുണ്ടുകളൊക്കെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ആ ചേച്ചിമാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, നിനക്ക് ആ ഹാൻഡ്ലൂം സാരി വാങ്ങിക്കൂടെ, നിനക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിലൊന്നും വീഴണില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. കുട്ടി കുട്ടി ഷോപ്പുകളാണെന്നുണ്ടെങ്കിലും നല്ല തിരക്കാണ്.
ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മുണ്ട് കുറച്ചുകൂടി ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. പിന്നെ ഇതാണ് നമ്മൾക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡ് കേട്ടോ. ഞങ്ങൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ടൈം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാലരാമപുരത്ത് നിന്ന് ഈസ്റ്റ് പോർട്ടിലേക്ക് പോകുന്ന ബസ്സാണ് നമുക്ക് കയറാനുള്ളത്. അതായത് വെള്ളായണി അഗ്രികൾച്ചർ കോളേജിൻ്റെ വഴി പൂങ്കുളം പോകുന്ന ബസ് കേട്ടോ. കൈത്തറികളുടെ നാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഹാൻഡ്ലൂമാണല്ലോ. പക്ഷേ ഇരിക്കാനൊരു സ്ഥലമില്ലാത്ത കാരണം അമ്മയൊക്കെ കണ്ടില്ല, നിലത്തിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം ഒരു 5:30 ആയപ്പോഴാണ് നമുക്ക് പിന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 4:45 മുതലേ നമ്മളവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ചൊന്ന് ഫ്രഷ് ആയതിന് ശേഷമുള്ള എൻ്റെ കോലാണ് ഈ കാണുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.